ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ട്യൂസ്ഡേ എനർജി April 15th, പയൽ നമ്പർ 1ൻ്റെ താങ്ക് യു. ഇവിടെ ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ക്ലാരിറ്റി, ഒത്തിരി വ്യക്തത നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. താങ്ക് യു. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. കുറച്ച് പേർക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ ഏസ് ഓഫ് സോഡ്സിൽ ഒത്തിരി സ്ട്രെങ്ത് കാണുന്നുണ്ട്, ഒത്തിരി പവർ കാണുന്നുണ്ട്, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് ഇവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ചാനൽ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഇവിടെ പറഞ്ഞ സിറ്റുവേഷൻസ് മറികടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, നിങ്ങൾക്ക് ചുറ്റുമായിരിക്കാം. അത് അവോയ്ഡ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതിന് പകരം പീസ്, സമാധാനം നൽകുന്ന എനർജീസ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു ന്യൂ കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു കമ്മ്യൂണിക്കേഷൻ, പുതിയൊരു എനർജി നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർ അതിന് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി പ്ലാനിങ്, ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മറികടക്കാനായിട്ട്, അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കൊരു പാത്ത്, നിങ്ങൾക്കൊരു വഴി ഓപ്പൺ ചെയ്ത് തരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, കുറേ നാളായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാകാം. അവിടെയും എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റോങ് ആയിട്ടുള്ള എനർജീസ്, നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇവിടെ ബാക്കിൽ ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്, ഒത്തിരി വിസ്ഡം, അറിവ്. അത് നിങ്ങളെ ഈ ഒരു ദിവസം മുന്നോട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിൽ പവർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഒത്തിരി വിക്ടറി, ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. ഫൈനൽ ബ്ലെസ്സിങ്, ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണ്? പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ബാലൻസ് ആണ്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം. പാസ്റ്റിൽ എന്തെങ്കിലും ചതി, വഞ്ചനയുടെ എനർജി കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ചോയ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് എനർജീസ് വരുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, മുന്നോട്ട് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, അവിടെ നിങ്ങളൊരു സ്റ്റോപ്പ് പറയുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സമാധാനം, പീസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്.
അപ്പോൾ ഓവറോൾ ജസ്റ്റിസ്, നീതി, അതുപോലെ തന്നെ നിങ്ങളുടെ പവർ, അതെല്ലാം നന്നായിട്ട് ചാനൽ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. April 15th പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്? താങ്ക് യു. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം ഒത്തിരി ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫൂൾ. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം പറയുന്നത് സ്നേഹം, കമ്പാഷൻ്റെ എനർജി ചൂസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ്, സമ്പൽ സമൃദ്ധിയുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. അതല്ല നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എടുത്തു ചാടി പെട്ടെന്നൊരു ഇമ്പൾസീവായിട്ടുള്ള എനർജിയിൽ വന്നിട്ട് കെയർഫ്രീ ആയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസ് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് കോൺഫിഡൻസ് എനർജി നല്ലതാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈഗോയുടെ എനർജി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിട്ട് കണക്ട് ചെയ്യുക. ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് കറക്റ്റ് ഡയറക്ഷനിലോട്ട്. കുറച്ച് പേര് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പുരോഗതി, ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഇൻഫർമേഷൻ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ശ്രദ്ധ ആവശ്യമാണ്. കുറച്ച് പേർക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. പുതിയതായിട്ട് എന്ത് എനർജിയും വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആലോചിച്ച് ഡിസിഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് എംപററാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്കിത് ഗുരുവിൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഹയർ എനർജിയുള്ള ഒരു വ്യക്തിയാണ്. ഗുരുക്കന്മാരായിരിക്കാം, സ്പിരിച്വൽ ലീഡേഴ്സ് ആയിരിക്കാം. ആ വ്യക്തികളിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ഇൻഫർമേഷൻസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും വറി, എന്തെങ്കിലും ടെൻഷൻ, കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അവിടെ കുറച്ച് പേർക്ക് ഒരു ചേഞ്ച്, ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അവിടെ കുറച്ച് പേർക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം. ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുടെ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ലഭിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു സേഫ് പ്ലേസ്, തനിക്ക് സേഫായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട്, സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. 9 ഓഫ് പെൻറ്റക്കിൾസിൽ ഒത്തിരി സ്ട്രോങ് എനർജിയിലിരിക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം. ഫൈനൽ എനർജി നോക്കാം. ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു. നയൻ ഓഫ് കപ്സിൻ്റെ എനർജി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. എന്തെങ്കിലുമൊക്കെ വിഷസ് ഇവിടെ പൂർത്തീകരിക്കാനായിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, ഓൾറെഡി ഉള്ള നന്മകൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. പാസ്റ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു എനർജി മറികടക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. കുറച്ചൊരു പോസിറ്റീവ് എനർജിയും കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ എനർജീസ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഭാരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ഈ ഒരു ഫൂളിൻ്റെ എനർജി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ള, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക.
അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.